ഹലോ മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ ബൾബ് കത്തി സീരീസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഡയഗ്രാംസ് ആണുള്ളത്. ഒന്ന് നമ്മളുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം, അത് നമ്മൾ പെർഫെക്റ്റ് ആക്കി ക്ലിയർ ആക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇയാളെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമ്മളുടെ ബ്രെയിൻ അല്ലേ, നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ്, ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട് അല്ലേ. നമ്മളെ ബ്രെയിനിന് ഇവിടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്താണ്, ആരോ ഒരാൾ സെക്രട്ടറി ഒക്കെ ഉണ്ട് അല്ലേ. കുറേ ആൾക്കാരൊക്കെയുള്ള ഒരാളാണ് നമ്മളുടെ ബ്രെയിൻ. അപ്പം നമ്മളുടെ ഈ ബ്രെയിനിൻ്റെ ഈ ഭാഗങ്ങൾ എൻ്റെ മക്കളൊന്ന് വേഗം പറഞ്ഞേ, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മളുടെ ബ്രെയിനിലുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എന്താ പറയണത്, ഞങ്ങൾ എങ്ങനെ പറയാനാണ്. എൻ്റെ മക്കൾ വീഡിയോ അങ്ങോട്ട് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം ഏതൊക്കെയാണ് ആ ഭാഗങ്ങളിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ എഴുതുക ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മളുടെ ബ്രെയിനിലുള്ളത്, ഏതൊക്കെയാണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലേ, ആ ലാർജസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, നമ്മൾ പറയും സെറീബ്രം എന്നാണ് പറയാം, സെറീബ്രം അല്ലേ. ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയുണ്ട്, നമ്മുടെ സെറീബെല്ലം എന്ന് നമ്മൾ പറയും. ഓക്കെ മിസ്, ഇതിവിടെ അടയാളപ്പെടുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കതെന്താണ്. അപ്പോൾ നമ്മുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗം നമ്മുടെ സെറീബ്രം, ആൻഡ് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സെറീബെല്ലം. അപ്പോൾ ഈ സെറീബ്രമാണ് നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, നമ്മളുടെ നമ്മുടെ വോളണ്ടറി ഐച്ഛിക ചലനങ്ങൾ, നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ സെൻസേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ സെറീബെല്ലമാണ് നമ്മളുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട് അല്ലേ, നമ്മളെല്ലാ മസ്കുലാർ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് ഒരാളുണ്ട്, ഇയാളാണ് നമ്മളുടെ സെറിബ്രത്തിൻ്റെ സെക്രട്ടറി അല്ലേ, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. എല്ലാ ഇമ്പൾസസിനെയും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ആരെ ആദ്യം കടത്തിവിടണം, പിന്നെ ആരെ കടത്തിവിടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ഇവിടെ തലാമസ് ആണ്. ആൻഡ് ഇതിൻ്റെ താഴെയുള്ള തലാമസിൻ്റെ താഴെയുള്ള ആളാണ് നമ്മളെ ഹൈപ്പോ തലാമസ് അല്ലേ, താഴെ എന്ന് വന്നുകൊണ്ടാണ് ഹൈപ്പോ. എന്താണ് ഇവരുടെ ഫങ്ഷൻ, നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ് നമ്മുടെ ആന്തര സമസ്ഥിതി അല്ലെങ്കിൽ നമ്മളുടെ ഹോമിയോസ്റ്റാസിസ്, ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ താഴെയായിട്ട് ഇങ്ങനെ ഒരു റോഡ് ലൈക്ക് ഒരു വടി പോലത്തെ ഒരു ദണ്ഡാകൃതിയിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻവോളണ്ടറി അനൈച്ഛിക ചലനങ്ങളായിട്ടുള്ള നമ്മളുടെ ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്, നമ്മളെ മെഡുല്ലയാണ്. സിമ്പിൾ അല്ലേ, ഇത്രയും ഭാഗങ്ങൾ മാത്രമേ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളൂ, ആ ഭാഗങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, അവരുടെ ധർമ്മങ്ങൾ പഠിക്കാം. റെഡി, അപ്പോൾ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ പാർട്സ് ലേബിൾഡ് ABC. നമ്മളോട് ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിത്രം നിരീക്ഷിക്കുക, ABC എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ. ഓക്കെ, ഭാഗങ്ങൾ തിരിച്ചറിയുക, എന്നിട്ട് ആ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ABC ഏതാ മക്കളെ, മിസ് ഇവിടെ ABC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഭാഗം ഏതാ, സിമ്പിൾ ആണല്ലേ, ആണ് നമ്മുടെ സെറീബ്രം. ഓക്കെ, ഇപ്പോൾ സെറീബ്രത്തിൻ്റെ ധർമ്മം എന്താ, ഏതെങ്കിലും എഴുതാം അല്ലേ. നമുക്ക് ഒരുപാട് ധർമ്മങ്ങൾ അറിയാം, ചിന്ത, ബുദ്ധി, ഓർമ്മ, നമ്മുടെ തിങ്കിങ്, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ മെമ്മറി, ഇമാജിനേഷൻ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, മിസ് തൽക്കാലം അതാണ് എഴുതുന്നത്, കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. പിന്നെ നമുക്ക് സെൻസേഷൻസ് ഉണ്ടാക്കുന്നതും എഴുതാം കേട്ടോ, കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, അതും എഴുതാം. ഓക്കെ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു.
പിന്നെ നമ്മൾ അടുത്ത ഭാഗം ഏതാ മക്കളെ? നമ്മൾ അടുത്ത ഭാഗമാണ് ദേ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന സെറീബ്രത്തിന് താഴെയുള്ള ആളാണ് അല്ലേ? സെറീബ്രത്തിന് താഴെയുള്ള ആളാണ്. പിന്നെ നമ്മൾ വലിപ്പം നോക്കുകയാണെങ്കിൽ ഒരു 2ാം സ്ഥാനം കൊടുക്കുക അല്ലേ? വലിപ്പത്തിൽ 2ാം സ്ഥാനം കൊടുക്കുന്ന ആളാണ് നമ്മളുടെ സെറീബെല്ലം. സെറീബെല്ലം. ഓക്കെ, സെറീബെല്ലം. അപ്പം സെറീബെല്ലത്തിൻ്റെ ധർമ്മം എന്താ? സെറീബെല്ലത്തിൻ്റെ ധർമ്മം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുക? ശരീര തുലന നില പാലനം. ശരീര തുലന നില പാലനം, അതാണ് നമ്മളുടെ സെറീബെല്ലത്തിൻ്റെ ധർമ്മം. ഇനി അടുത്ത ആൾ നോക്കിക്കേ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ദണ്ഡാകൃതിയിൽ ഒരു റോഡ് ഷേപ്പിലുള്ള ആളാണ്. യെസ്, വെരി ഗുഡ്. അതാണ് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ടയുടെ ധർമ്മം ഇപ്പം എൻ്റെ മക്കൾ പറയണം. എല്ലാവരും പറയുന്നുണ്ടോ? ഓക്കെ, നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേട്ടയുടെ ധർമ്മം എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നമുക്ക് 3 മാർക്സ് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഭാഗം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1/2 മാർക്ക്, അതിൻ്റെ ഫംഗ്ഷൻ എഴുതുന്നതിന് 1/2 മാർക്ക്. അങ്ങനെ നമുക്ക് 3 മാർക്സ് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? ആ ഭാഗങ്ങൾ ഏതാണെന്നോ അവരുടെ ധർമ്മങ്ങൾ മാത്രം പഠിച്ചാൽ മതി. റെഡി? ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ കുറച്ച് ധർമ്മങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എഴുതിയാൽ മതി. 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം മിസ് തൽക്കാലം ഇവിടെ എന്ത് എഴുതാൻ? നമ്പർ ഇടുന്നുണ്ടേ. ഓക്കെ, യെസ്, ഓരോന്നിനും മിസ് നമ്പർ ഇടുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, മിസ് ഓരോന്നിനും മലയാളത്തിലും ഇവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ മലയാളം മീഡിയത്തിലുള്ളവരാണെങ്കിൽ ഇവിടെ പോസ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരാണെങ്കിൽ ഇവിടെ പോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഭാഗത്തും എന്തൊക്കെയാണെന്ന് വരാമെന്ന് പറയാം. നമുക്ക് നമ്പർ ഇടാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ മക്കളെ, കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, ആരോ ഒരാൾ മസ്കുലാർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആരാ? നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? നമുക്കറിയാം അല്ലേ? എവിടെ ഇരിക്കുന്നു? സെറീബെല്ലം. അപ്പം 2 ഇവിടെ വരിക. സെറീബെല്ലം അല്ലേ? സെറീബെല്ലമാണിതാ. സെറീബെല്ലമാണ് നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. വേറെ എന്തെങ്കിലും ധർമ്മം ഉണ്ടോ നമ്മുടെ സെറീബെല്ലത്തിന്? ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ നോക്കുമ്പോൾ ശരീര തുലനനില പാലനം. അപ്പോൾ 1 എവിടെ വരും? ഇവിടെ വരും. ശരീരത്തിൻ്റെ തുലനനില പാലനം, മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ഓക്കെ, ഇനി ഇവിടെ സെറീബ്രം തന്നിട്ടുണ്ട്. അപ്പോൾ സെറിബ്രത്തിൻ്റെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഈ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ഓർമ്മ, ബുദ്ധി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രമാണ് അല്ലേ? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സെറിബ്രമാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ മക്കളെ? നമുക്ക് സെറിബ്രം എന്താ? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു അല്ലേ? നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ട്? സെൻസേഷൻസ് ഉണ്ടാക്കുന്ന ആളാണ് നമ്മളുടെ സെറിബ്രം. സെൻസേഷൻസ് ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ ലാസ്റ്റ് ആരോ ഒരാളുണ്ട്. യെസ്, റിലേ സ്റ്റേഷൻ ഫോർ ഇമ്പൾസസ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ഇതായിരിക്കണു നമ്മുടെ തലാമസ്. അപ്പോൾ 5 ഇവിടെയാണ് വരിക. എൻ്റെ മക്കൾ എക്സാമിന് നമ്പർ ഇടുകയല്ല ചെയ്യുക, നിങ്ങളത് എഴുതിയിട്ട് വേണം ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. പിന്നെയോ എനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെ മാത്രം നമ്മളുടെ സെറീബ്രത്തിലേക്ക് കടത്തിവിടുന്നു. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, മിക്കവാറും കേസിൽ എപ്പോഴും എക്സാമിന് ചോദിക്കാറ് ഇങ്ങനെ ലേബൽ ചെയ്യാനോ, ഇങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങൾ തന്നിട്ട് നമ്മളോട് പറയും എ എന്താണ്, ബി എന്താണ്,
സി എന്താണെന്ന് അടയാളപ്പെടുത്താൻ പറയും, വരച്ചിട്ട് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ഡയഗ്രാം ട്രേസ് എടുത്തിട്ടോ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അങ്ങനെ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. ചിലപ്പം ഇതേപോലെ ഭാഗങ്ങൾ ചോദിക്കാം. അപ്പോൾ എൻ്റെ മക്കൾ ഭാഗങ്ങളും അവരുടെ ധർമ്മങ്ങളും എഴുതാം. അപ്പോൾ അങ്ങനെ ധർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആ ധർമ്മങ്ങൾ കൂടി എഴുതി കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. അപ്പം മിസ്സിനൊരു പ്രോമിസ് തരണം, നിങ്ങളെല്ലാവരും ഈ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ടോപ്പിക്കിൽ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയാം കേട്ടോ. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിന് നമ്മളെ സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ആ ഭാഗം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് സെക്ഷൻ നിറയെ ആ ആൻസേഴ്സ് ഇട്ട് നിറയ്ക്കുക. ഓക്കെ, അപ്പോൾ അതോടുകൂടി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ആൻസേഴ്സൊക്കെ ചെയ്യുക, സൂപ്പറായിട്ടിരിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം.